ഹായ്, ഇന്ന് നമ്മൾ ഒരു വർക്കിന് എടുത്തിട്ടുള്ളത് ഒരു Huaweiൻ്റെ ഒരു ഫോണാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ കമൻറ്റിലും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് ചോദിക്കലുണ്ട്, എങ്ങനെയാണ് ഒരു ഡെഡ് സെറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് ചെക്ക് ചെയ്യാം, വോൾട്ടേജ് എങ്ങനെ മെഷർ ചെയ്യുക, അത് ലീക്കേജ് ആണോ ഷോർട്ട് ആണോ, ഞാൻ അതല്ല എന്ത് മകിടിയാണ് കംപ്ലൈൻറ്റ് എന്ന് കണ്ടെത്താൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ റെഫറൻസിനായിട്ട് എടുത്തുള്ളത് ഇവിടെ വന്നൊരു Huaweiൻ്റെ ഒരു Y9 2019 മോഡലാണ്. അതിൻ്റെ വിഷയം ആദ്യം കസ്റ്റമർ എന്താ പറഞ്ഞത് നോക്കി നോക്കുക. കസ്റ്റമർ പറഞ്ഞത് രാത്രി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഓഫായി പോയി, പിന്നെ ചാർജിലിട്ടു, പിന്നെ രാവിലെ വന്നിട്ട് ഓൺ ആയിട്ടില്ല എന്നാണ് കസ്റ്റമർ സൈഡിൽ നിന്നുള്ള റിപ്പോർട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ചാർജിങ്, അതായത് നമ്മൾ ഈ ഒരു കേബിൾ കണക്ട് ചെയ്യുമ്പോൾ അതിലൊരു 0.6 മില്ലി ആംപിയർ എടുക്കുന്നുണ്ട്. നേരെ തിരിച്ച് നമ്മൾ പവർ സപ്ലൈയിൽ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഒന്നും തന്നെ എടുക്കുന്നില്ല, അതായത് ജസ്റ്റ് ഒരു 0.2 അല്ലെങ്കിൽ 0.1 എടുത്തിട്ടാണ് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ഇവിടെ ഓൺ ആക്കുമ്പോണ്ട ഇത് ജസ്റ്റ് എന്താ ഒരു 4 വോൾട്ട് കൊടുത്തിട്ട് വേണം. ഇതാണ് പവർ സപ്ലൈ കണക്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് പവർ ബട്ടൺ നിൽക്കുമ്പോൾ റീഡിങ് ഇതാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക, നമുക്ക് രണ്ട് രീതിയിൽ ആ ഒരു ഇഷ്യൂ വരാറുണ്ട്. ഇപ്പോൾ ഒരു ലോ ബൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30-40 എടുക്കുകയാണെങ്കിൽ നമുക്ക് CPU കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് എടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കുക. പക്ഷേ 0.1 അല്ലെങ്കിൽ 0.0 പവർ ബട്ടൺ നിൽക്കുമ്പോൾ 0.0 ഒക്കെ എടുക്കുക. അതേപോലെ തന്നെ ഒരു 14-15 വരെ എടുത്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റലിന്, അതായത് അതിൻ്റെ ഉണ്ടാക്കുന്ന ഫ്രീക്വൻസി അല്ലെങ്കിൽ ക്ലോക്ക് ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്രിസ്റ്റലിന് പ്രശ്നം ഉണ്ടെങ്കിലും ഇതേ ഇഷ്യൂ കാണിക്കും. പിന്നെ അതേപോലെ തന്നെ പവറൈസിന്, അതായത് മേജർ വോൾട്ടേജ്, അതായത് 1.8 അല്ലാന്നുണ്ടെങ്കിൽ ബക്കോയിലിൻ്റെ വോൾട്ടേജ്, ഇങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ഷോർട്ട് വന്നു കഴിഞ്ഞാലും ചില ഫോണുകൾ ഇതേപോലത്തെ റീഡിങ് എടുക്കും. അല്ലെങ്കിൽ ഇതേപോലത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 60 വരെ പോയിട്ട് നേരെ കട്ട് ഓഫ് ആയി പോവുക, അങ്ങനത്തെ ഒക്കെ ഒന്ന് വരും. ഇത് ഏതും ആവാം. നമുക്കിത് എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഒരു ഏകദേശം ധാരണ കിട്ടി, സെറ്റ് എന്തെടുക്കണില്ല, പവറൈസ് ട്രിഗർ ആവണില്ല എന്ന് നമുക്ക് മനസ്സിലായി. പവറൈസ് ട്രിഗർ ആവില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യണ മാർഗ്ഗം ക്രിസ്റ്റലിന് വരുന്ന ഇൻപുട്ട് വോൾട്ടേജ് 1.8 ഷോർട്ട് ഉണ്ടോ നോക്കുക. ഫസ്റ്റ് അത് നമുക്ക് നോക്കുക. ഇതാണ് ഇതിന് ക്രിസ്റ്റൽ വരുന്നത്. ഇതിന് ക്രിസ്റ്റലിൻ്റെ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് ഇതിൻ്റെ ഒരു 1.8 വോൾട്ടേജ് ഉണ്ട്. ഫസ്റ്റ് അത് നോക്കി നോക്കുക. അതായത് പവർ ബട്ടണിൻ്റെ എന്ത് വോൾട്ടേജ് വരുന്നുണ്ട്, പവറോണിക്സ് വോൾട്ടേജ് 3.7 വോൾട്ടേജ് വരുന്നുണ്ട്. പക്ഷേ എന്തില്ല, സെറ്റ് നിൽക്കുന്ന സമയത്ത് ഒരു 0.2 ഒക്കെ എടുത്ത് പോകണമെങ്കിൽ ആദ്യം നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, ക്രിസ്റ്റലിൻ്റെ 1.8 ഷോർട്ട് ഉണ്ടോ നോക്കുക. മനസ്സിലായോ? അതൊന്ന് ഷോർട്ട് ഉണ്ടോ നോക്കുക. 1 by 1 ആയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ, കാരണം ആ ഒരു ക്രിസ്റ്റൽ ഇല്ലയെന്നുണ്ടെങ്കിൽ, കാരണം ഫോണിൻ്റെ ഹൃദയമിടിപ്പ് എന്ന് പറഞ്ഞത് എപ്പോഴും ക്ലോക്ക് ഫ്രീക്വൻസിയാണ്. അല്ലെങ്കിൽ ആ ഒരു ഫ്രീക്വൻസി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ ഒരു സിസ്റ്റം എന്താവില്ല, വർക്കാവില്ല, എല്ലാം കട്ട് ഓഫ് സ്റ്റേജിലാണ് ഉണ്ടാവുക. കാരണം CPU വർക്ക് ആവണമെന്നുണ്ടെങ്കിലും I2C പ്രോട്ടോക്കോൾ ആണെങ്കിലും ഏത് പ്രോട്ടോക്കോൾസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും കമ്മ്യൂണിക്കേഷൻ നടത്തണം, എല്ലാത്തിനും ക്ലോക്ക് ഫ്രീക്വൻസി വളരെ നിർബന്ധമാണ്. അപ്പോൾ അത് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താവില്ല, ഫോൺ ഒരിക്കലും എന്താവില്ല, ഓൺ ആവില്ല. കാരണം ക്ലോക്ക് ഇല്ലാതെ ഒരു ചിപ്പിനും എന്തായില്ല, വർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ക്രിസ്റ്റൽ ഇല്ല എന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ക്രിസ്റ്റലിൻ്റെ വോൾട്ടേജ് ഷോർട്ട് ആയി കഴിഞ്ഞാലൊക്കെ ഇതേ റീഡിങ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് ഓരോ ഫോണിനനുസരിച്ച് ചിലപ്പോൾ റീഡിങ്ങിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവാം. ഇത് ഒരു Huaweiൻ്റെ സെറ്റാണ്. എന്താ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, സാധാരണ നോർമൽ റീഡിങ് തന്നെയാണ്. 706 കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഓക്കെയാണ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്, അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്തു. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, ഈ മദർ ബോർഡിൻ്റെ ഔട്ട്പുട്ട്, അതായത് മദർ ബോർഡിന് സൈഡിൽ കുറേ ബക്കോയിൽസ് കാണാം. 1 2 3 4 5 ഇങ്ങനെ കുറച്ച് കോയിൽസ് കാണാം. ഈ കോയിൽസിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചാർജർ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യണം. ഒരു 0.6 0.7 0.9 1.1 ഇങ്ങനെ കുറച്ച് വോൾട്ടേജ് ഉണ്ടാവും. അത് നമുക്ക് സ്കീമാറ്റിക്സ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. സ്കീമാറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഏതൊക്കെ വോൾട്ടേജ് ആണ്, എന്തൊക്കെ വോൾട്ടേജ് വരുന്നതൊക്കെ ഇവിടെ കാണാൻ കഴിയും. ഈ ഒരു കോയിലിൽ എത്ര വോൾട്ടേജ് വരുന്നത്, ബക്ക് 1.1 ഉണ്ട്, അതേപോലെ തന്നെ 1.09 ഉണ്ട്. ഇങ്ങനെ കുറച്ച് വോൾട്ടേജ് ഒക്കെ വരുന്നുണ്ടോ എന്ന് നോക്കിയോ. അത് വോൾട്ടേജ് വരുന്നുണ്ടോ നോക്കാനുള്ള മാർഗ്ഗം നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ കഴിയും. ഒന്നെങ്കിൽ പവറോണിക്സ് നെക്കി പിടിക്കുക, പക്ഷേ അത് നമുക്ക് പോസിബിൾ അല്ല. കാരണം എന്താ വെച്ചാൽ നെക്കി പിടിച്ചിട്ട് ഓൺ ബട്ടൺ ആക്കിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജർ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എന്ത് ചെയ്യാം, ചാർജർ കണക്ട് ചെയ്യാം. ചാർജർ കണക്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ വോൾട്ടേജിൽ ഒക്കെ വരുന്നുണ്ടോ ഇല്ലയോ നോക്കി നോക്കുക. ഈ വോൾട്ടേജ് വരുന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നം, വരുന്നില്ലെങ്കിൽ വേറെ കംപ്ലൈൻറ്റ്. ഇവിടെ ഉള്ള ഒരു വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്ക്. ക്രിസ്റ്റലിൻ്റെ വോൾട്ടേജ് 1. കോയിൽ ഉണ്ടാ കോയിൽ ചെക്ക് ചെയ്യുമ്പോൾ, ബക്കോയിൽ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ ഒന്നും വരുന്നില്ല, വോൾട്ടേജ് വരുന്നില്ല. അടുത്തത് അതിലൊന്നുമില്ലല്ലേ, അതായത് ഓക്കെ മതി. ഇനി നമുക്ക് ചെയ്യാനുള്ളത്
ഇപ്പോൾ എന്തില്ല പവർ ഐസിൻ്റെ ഒറ്റ സൈഡിലും വോൾട്ടേജോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഇതേപോലെ തന്നെ നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഇതിൻ്റെ ഏതെങ്കിലും ലൈനിൽ ഇപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് ഒരുപാട് കപ്പാസിറ്റർ കാര്യങ്ങൾ കാണാം. 1.0 ഉണ്ട്, 1.1 ഉണ്ട്, അതേപോലെ തന്നെ ഒരുപാട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന എല്ലാതും നമുക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ എന്നുള്ളത്. ഏതിലെങ്കിലും ചിലപ്പം 0 ഓംസ് കാണിക്കുന്ന ഏതെങ്കിലുമൊക്കെ ഉണ്ടാവും. 562 1.69 00 ഏതാ ഇവിടെ ഒരു കപ്പാസിറ്റർ അതാ ഈ ഒരു ലൈന്, ഈ ഒരു കപ്പാസിറ്റർ 00 ഓംസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഈ ഒരു കപ്പാസിറ്റർ ഒരിക്കലും ഒരു 00 ഓം റെസിസ്റ്റർ വരുന്ന ഒരു അല്ല ഓംസ് വരുന്ന ഒരു കമ്പോണൻറ്റും എവിടെയും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുക. ചില കേസുകളിൽ ചിലപ്പം ഗ്രൗണ്ടിൽ ഉണ്ടാവുന്ന കപ്പാസിറ്റർ ഉണ്ടാവാറുണ്ട്, വെറുതെ ഡെമ്മിയായിട്ട് വെക്കണതൊക്കെ കാണാറുണ്ട്. പക്ഷെ എന്നാലും ഇത് ഒരു വോൾട്ടേജിൻ്റെ ലൈൻ ആവാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കി നോക്കുക, ബിറ്റ് മാപ്പ് എടുക്കുക. ബിറ്റ് മാപ്പ് എടുത്തിട്ട് നമുക്ക് അത് എന്ത് ലൈനാണെന്ന് നോക്കി നോക്കുക. ബിറ്റ് മാപ്പ് എടുക്കുമ്പോൾ ഇവിടെ ബിറ്റ് മാപ്പിൽ ഇതാ അതിന് ഈ ബിറ്റ് മാപ്പ് എടുക്കുക. ബിറ്റ് മാപ്പിൽ എവിടെയാണ് ഇതല്ലേ ഈ കപ്പാസിറ്റർ എടുക്കുമ്പോണ്ട ഈ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് ഇതിൻ്റെ എന്താണ് വോൾട്ടേജ് ഉള്ളത് ഇവിടെ കാണിക്കണില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സ്കീമാറ്റിക്സ് ഓപ്പൺ ആക്കിയിട്ട് ആ സ്കീമാറ്റിക്സിൽ അവിടെ എത്ര വോൾട്ടേജാണ് വരുന്നത് നോക്കി നോക്കുക. സ്കീമാറ്റിക്സ് ഒക്കെ ഇതാണ് കപ്പാസിറ്റർ C1038 എന്നാണ് കപ്പാസിറ്റർ നെയിം. ഇനി നമുക്ക് Y9 നമ്മൾ സ്കീമാറ്റിക്സ് എടുത്തിട്ട് അത് അടിച്ചിട്ട് അത് ചെക്ക് ചെയ്യുമ്പോൾ അവിടെ എത്രയാണ് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. കണ്ടോ C1038 ഇവിടെ 1.8 വോൾട്ടേജ് എന്താ 1.8 വോൾട്ടേജ്. അപ്പോൾ 1.8 വോൾട്ടേജ് എല്ലാത്തിനും ഉള്ളൊരു എല്ലാ സെക്ഷനിലേക്ക് പോകുന്നൊരു കോമൺ വോൾട്ടേജാണ്. അപ്പോൾ അത് എന്തായി 00 ഓംസ് ആയതുകൊണ്ട് എന്താവുന്നില്ല, പവർ ഐസിക്ക് ട്രിഗർ ചെയ്യാൻ കഴിയണില്ല. പവർ ഐസി ഓൺ ആയാലും മാത്രമേ ബാക്കിയുള്ള എല്ലാ വോൾട്ടേജ് എന്ത് ചെയ്യുള്ളൂ എടുക്കുള്ളൂ. കാരണം പവർ ഐസിന് ഔട്ട്പുട്ട് 0.6 0.9 ഏത് വോൾട്ടേജ് വരണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ LDO വോൾട്ടേജ് ഏത് വോൾട്ടേജ് അവിടെ 00 ഓംസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പവർ ഐസി യാതൊരു കാരണവശാലും ട്രിഗർ ആവില്ല. കാരണം ഓൺ ആക്കുന്ന സമയത്ത് തന്നെ പവറിൻ്റെ ഔട്ട്പുട്ടിൽ വോൾട്ടേജ് കറണ്ട് നേരെ ഗ്രൗണ്ട് ആയി പോവുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ ചെറിയ റീഡിങ് എടുക്കുന്നത്. പക്ഷേ പവർ ഐസി കട്ട് ഓഫ് ആണുകൊണ്ടാണ് ഇവിടെ ഒരു ഹൈ ആംബിയർ എടുക്കാത്തത് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. കാരണം അത് ഓരോരോ സ്റ്റേജുകളാണ്. ആ സ്റ്റേജ് എന്താ പറയുക പഠിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചതാണ്. അതായത് പവറിൻ്റെ ഔട്ട്പുട്ട് സെക്കൻഡ് വോൾട്ടേജ് മോസ്ഫെറ്റ് സ്വിച്ചിങ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്കത് ഓരോന്നോന്നായിട്ട് ഇങ്ങനെ നോക്കി നോക്കാം. അപ്പോൾ ഇത് കപ്പാസിറ്റർ അവിടെ ഷോർട്ടാണ്. ഏത് കപ്പാസിറ്റർ ആണെന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയില്ല. കാരണം എന്താ, ഇതിൽ കപ്പാസിറ്റർ എന്ന് പറയാൻ കാരണം നമ്മളിത് ഓൾറെഡി ഇത് എന്താ നമ്മൾ നോക്കിയിരുന്നതുകൊണ്ടാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുത്തിട്ടാണിത് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഇതിൽ ഏത് കപ്പാസിറ്റർ ആണെന്ന് നമുക്ക് ഇപ്പോൾ ഒരു ഫ്രഷർ ബോർഡ് കിട്ടുന്ന സമയത്ത് നമുക്ക് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ IC ആണോ അല്ലെങ്കിൽ ചിപ്പാണോ എന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ ഇത്ര ഏരിയക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ CPU ഉണ്ട്, ഇവിടെ EMMs ഉണ്ട്, ഇവിടെ ചാർജിങ് ഉണ്ട്, പിന്നെ പവർ ഐസ് ഉണ്ട്, ഇവിടെ വൈഫൈ നെറ്റ്വർക്ക് എല്ലാത്തിനും പോകുന്നുണ്ട്. ഇതിൽ ഏത് കമ്പോണൻ്റാണ് കംപ്ലൈൻറ്റ് എന്നുള്ളത് നമുക്ക് നോക്കി വെക്കണം. അതിന് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. നിങ്ങൾക്ക് തെർമൽ ക്യാമറ അങ്ങനെ ഒരുപാട് ഇതുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു സംഗതി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കപ്പാസിറ്ററാണ് ഇതിൻ്റെ ഒരു ഷോർട്ട് വരുന്നത്. നമ്മൾ റിമൂവ് ചെയ്തിട്ടില്ല. ഈ ഒരു ഏരിയയിലുള്ള ഇത് ഏതാണ്, ഇതല്ലേ, അത് റിമൂവ് ചെയ്തോളാം. ഇവിടെ ഒരു ചെറിയൊരു കമ്പോണൻ്റാണ് അതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നത്. അത് ഓൾറെഡി ആ ഒരു കമ്പോണൻറ്റ് ഫുൾ ഷോർട്ടായിട്ട് നിന്നതുകൊണ്ടാണ് വർക്ക് ആവാത്തത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് തരാം, അതൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. ഗമ്മുണ്ടായതുകൊണ്ടാണ് ചെറിയ ടൈറ്റ്, ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ മതി. അപ്പോൾ അതവിടെ ചെയ്തോട്ടെ. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള അതായത് സിമ്പിളായിട്ട് നമുക്ക് ചെറിയ റീഡിങ് കാണുമ്പോഴേക്കും വലിയ ടെൻഷൻ ആവാതെ ഇതേപോലെ ഒരു അരമണിക്കൂറൊക്കെ നിന്ന് കഴിഞ്ഞാൽ തന്നെ അതൊക്കെ പരിഹരിക്കാൻ മാത്രമേ. അപ്പോൾ ഇതേപോലത്തെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതേപോലത്തെ ഇത് എങ്ങനെ കണ്ടെത്താമെന്നുള്ളതും ഇത് എങ്ങനെയൊക്കെ നോക്കാമെന്നുള്ളത്, എന്തൊക്കെയാണ് വോൾട്ടേജ്, എങ്ങനെയൊക്കെ മെഷർമെൻറ്റ് ചെയ്യാമെന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ഇതേപോലെ ലൈവ് ക്ലാസ്സിൽ വന്നിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ളതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി അതിൻ്റെ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ലൈന് ഷോർട്ട് ഉണ്ടോ നോക്കി നോക്കുകയാണ്. റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ലൈന് കംപ്ലൈൻറ്റ് ഉണ്ടോ നോക്കാം. അപ്പോൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഓൺ ആക്കി വെക്കരുത്. നമുക്ക് അവിടെ കിട്ടുന്ന വാല്യൂ 00 ആണ്. നോർമലായിട്ടുള്ള ഈ 250 300 350 എത്രയാണോ അത് വന്നും കൂടെ നോക്കണം. പക്ഷേ നമുക്ക് പലപ്പോഴും ഇങ്ങനത്തെ ഡിവൈസിൽ ഇമ്പിഡൻസ് കാണിക്കാത്തതുകൊണ്ട് ഏകദേശം ധാരണ വെച്ചിട്ട് അധികം ഒരു 90% ഒരു 230 250 മുകളിലേക്കാണ് ഉണ്ടാവർ. അപ്പോൾ അതുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം.
ഞാൻ ഒരു പർട്ടിക്കുലർ ലൈൻ ഇപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കപ്പാസിറ്റർ ആയിരുന്നു. ഇവിടെ കപ്പാസിറ്ററിൻ്റെ ലൈൻ കാണിച്ചേ, ഇവിടെ ഈ ഒരു കപ്പാസിറ്റർ ആയിരുന്നു. ഈ കപ്പാസിറ്റർ ലൈൻ ആയിരുന്നു കംപ്ലൈൻ്റ് ആയിരുന്നത്. പക്ഷേ ആ കപ്പാസിറ്റർ അല്ല കംപ്ലൈൻ്റ് ആയിരുന്നത്, CPൻ്റെ അടുത്തുള്ളൊരു ചെറിയ ഇതായിരുന്നു. അപ്പോൾ അതിൽ റീഡിങ് ഉണ്ടോ? ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് വാ. ഇപ്പോൾ അവിടെ ആദ്യം ഉണ്ടായിരുന്നത് അവിടെ എത്രയായിരുന്നു? 00 ആയിരുന്നു. ഇപ്പോൾ അവിടെ എത്ര വന്ന് 231 വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്ത് നോക്കാം? ഓണാക്കി നോക്കുക എന്നുള്ളതാണ്. ഇനി ഓണാക്കി നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇനി സെറ്റ് ചാർജ് ഉണ്ടാകുന്നോ അല്ലേ? ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ചാർജ് കുറവാണ് ഇതിൽ ഉണ്ടാ. അപ്പോൾ പ്രശ്നം എന്ത് ചെയ്തിട്ടുണ്ട്? സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ മേജറായിട്ടുള്ള വിഷയങ്ങളൊന്നുമല്ല. 81% ചാർജ് ഉണ്ട്. ഓണാക്കാം. ഡൺ. എന്താ ഈ അതായത് ഇങ്ങനെ വരുന്ന കംപ്ലൈൻറ്റ് ഉണ്ടല്ലോ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ അടിക്കുന്ന മാർക്കറ്റിൽ നിന്ന് ഇതേപോലെ ഇപ്പോൾ ഇങ്ങോട്ട് 100 സെറ്റ് ഡിവൈസ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 50 എണ്ണം നിങ്ങൾ ഇപ്പോൾ റിട്ടേൺ അടിക്കുന്നുണ്ടെങ്കിൽ ആ 50 എണ്ണത്തിൽ നിന്ന് ഒരു 20-25 റെഡി ആയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ഇൻകം വർദ്ധിപ്പിക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങളുടെ സാലറി കൂട്ടാൻ കഴിയും. നിങ്ങളുടെ മുതലാളിക്ക് വളരെ ഹാപ്പി ആയിട്ട്, അതായത് നമ്മളുടെ പ്രശ്നം എന്താണ്, കസ്റ്റമർ വരുമ്പോൾ ഇതേപോലെ സെറ്റ് റെഡി ആവും എന്നുള്ള കോൺഫിഡൻസ് നമുക്ക് തന്നെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പലപ്പോഴും കസ്റ്റമർ അറ്റൻഡ് ചെയ്യാൻ തന്നെ പേടിയുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ പേടികളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇതുവരെ കണ്ടതിനും സഹിച്ചതിനും താങ്ക് യു.